ടർക്കിഷാരുടെ സ്വന്തം സിൽബർ ഞാനേ കുറേ നാൾ മുന്നേ ഇത് ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തതാണ്. അന്ന് ഒരുപാട് വ്യൂസും കുറേ പേര് ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇത് ഉണ്ടാക്കിയപ്പോൾ ആലോചിക്കായിരുന്നു എന്തിപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂടി ഇട്ടാൽ പുതിയ ഫോളോവേഴ്സിനൊക്കെ കാണാമല്ലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ചൂടാക്കി കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു ബ്രെഡിനെ മൂന്നാലാക്കി മുറിച്ചിട്ടേ ഇതേപോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഒന്നോ രണ്ടോ കോഴിമുട്ട പുളിസൈ ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ് അതിൻ്റെ മേലിട്ട് കൊടുക്കണം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ പോച്ച് ഡഗ്ഗാണ് വേണ്ടത്, അത് ഇഷ്ടമല്ലാത്തവർക്ക് പുളിസൈ. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഇതൊട്ടും കരിഞ്ഞു പോകാണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലോട്ടുണ്ടല്ലോ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലൂടെ ചേർത്തിട്ട് അതിൻ്റെ പദം വരുന്ന പോലെ നല്ലോണം നട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി വേറൊരു പാത്രത്തിലോട്ടെ ഒട്ടും പുളിയില്ലാത്ത ഒരു 5 ടേബിൾ സ്പൂണോളം തൈരും ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ചതച്ച മുളകും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടെ ഒട്ടും കട്ടിയില്ലാണ്ട് നല്ലോണം നട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മേലെ നമ്മളുടെ ആ ഒരു മല്ലിയിലൻ്റെ പേസ്റ്റ് ഇല്ലേ അതിട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റെഡ് സോസ് അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബുൾസൈ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മളുടെ ആ ഒരു പച്ചയും ചുവപ്പ് സോസൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളെ ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ഇല്ലേ അത് വേണ്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയ പോലെ ഒരു ഫീലില്ലേ. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.